ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്നാക്സ് സെറ്റ് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ലേ എന്നും ഇവള് വരും സ്നാക്സ് സെറ്റ് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേന്ന്. അപ്പോൾ ഞാനിതാ ഇന്ന് നല്ലൊരു മീൻ പൊരിക്കണേൻ്റെ കായത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു കായത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു 3 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിതാ തപ്പി 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 കിട്ടിയതാണ് 2 അല്ലി വെളുത്തുള്ളി കഴിഞ്ഞ് പോയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഒരു അര ഇഞ്ചോളം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ടിക്കണ്. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. എന്താ പറയുക, നല്ല എരിവുള്ള മുളകാണ് ഇടണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇടണം. നമ്മൾ അണ്ടകടാഹം കത്തിപ്പോണ എരിവായിരിക്കും. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്. അതെന്തായാലും ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ അത് പുളിക്ക് ഒന്നുകിൽ ചെറുനാരങ്ങ, അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ, നമ്മളെ സുർക്ക. അപ്പം എൻ്റെ ചെറുനാരങ്ങ പിഞ്ഞിട്ടും വരാത്തൊരു ചെറുനാരങ്ങ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, വിടാൻ പറ്റുമോ? അപ്പം എൻ്റെ സർവ്വശക്തി എടുത്ത് ഞാൻ പ്രയോഗിച്ചിട്ട് അത് പിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം അരക്കട്ടോ. പിന്നെ ഞാനിതിൽ ഇളയ തണ്ട് 3-4 അല്ലി കരിവേപ്പിൻ്റെ ഇല ഇട്ടിന്ന് അത് കാണാതായിട്ടുണ്ട്. എനിക്ക് എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോൾ മിസ്സായി പോട്ടെ. നമ്മൾ ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നതാണ്, പക്ഷെ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് നല്ല ഓർമ്മയാണ്, അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ ഒരു 7 അയിലാണ് എടുത്തിട്ടുള്ളത്. തലക്കൈമ തന്നെ നിർത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് മുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ നീളത്തിൽ അയില പൊരിച്ചത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതേമാതിരി ഫുള്ളായിട്ടാണ് അയില പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കായൊക്കെ മസാലയൊക്കെ നല്ലോണം നമ്മളെ കയ്യായിട്ട് തന്നെ വാരിക്കുഴച്ച് തേമ്പി പിടിപ്പിക്കണം കേട്ടോ. നല്ല ഉഷാറിൽ എല്ലാ ഭാഗത്തും എത്തണമാതിരി തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ല ഇതിൽ തന്നെ എന്താ പറയുക, ഉള്ളിലൊക്കെ ആവണമാതിരി. ഒരാൾ ചാടി പോകാനൊക്കെ നോക്കി വിടാൻ പറ്റുമോ, പിടിച്ചും കെട്ടാൻ ഇട്ടിട്ട് നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചെടുക്കണം. പിന്നെ ടൈമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ മതി. 1 മണിക്കൂറാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. അപ്പം ഞാനിതിൽ പറയുന്ന 2ാമത്തെ കാറ്റഗറിയിൽ പെട്ട ആളാണ്. അപ്പം ഞാനിത് അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് ഞാനൊരു പാനൊക്കെ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ അടുപ്പിൻ്റെ ഗുണം കേട്ടോ. ഒരു ഭാഗത്ത് ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ചില നേരത്തെ നമുക്ക് നല്ല ദേഷ്യം പിടിക്കും കേട്ടോ. ഒരേ ഭാഗത്തെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അധികം പണി കിട്ടൽ. നമ്മൾക്ക് ഒരു സൈഡിലേക്കായിട്ട് ബാറ്റർ വന്ന് നിൽക്കും. അപ്പോൾ വരുന്നൊരു ദേഷ്യമൊന്നും പറയണ്ട. പിന്നെ അതാ ഞാനൊരു 3 തണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ട് അതിന്മേൽ നമ്മൾ മീനിനെ ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇട്ടാൽ 2 ഗുണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒട്ടിപ്പിടിക്കത്തുമില്ല പാനിൽ. അപ്പോൾ പിന്നെ കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിക്കാറല്ല ചെയ്യൽ. ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ആയിക്കാരും. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടാവും മീൻ പൊരിക്കൽ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതാ നമ്മളിത് എന്താ പറയുക, വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്താണെന്ന് വെച്ചാൽ മേലെ കണ്ട് നല്ല മൊരിഞ്ഞ മാതിരി നമുക്ക് തോന്നും, പക്ഷെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുത്തിക്കാണ്ട് നമുക്ക് കുറേ പണികളുണ്ടാവുമല്ലോ. വേറെ കറി എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടാവും, ഉപ്പേരി ഉണ്ടാക്കാനുണ്ടാവും, പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, പാത്രം കഴുകാൻ എല്ലാവർക്കും. അപ്പോൾ പാത്രം കഴുകുക, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മീനിരുന്നിക്കാണ്ട് നല്ലോണം പാകത്തിൽ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക, നല്ല തീ കുറച്ച് വെച്ചിട്ട് വെച്ചാൽ നല്ലോണം മൊരിഞ്ഞിട്ട് ഉള്ളൊക്കെ വെന്തിട്ട് നല്ലൊരു മണമായിരിക്കാരട്ടോ വരുന്നത്. നമ്മൾ കുരുമുളകും പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടല്ലോ, പെരിഞ്ജീരകമൊക്കെ. അപ്പോൾ നമ്മളെ അയിലൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓർമ്മിപ്പിച്ച ടൈമിലെങ്കിൽ എല്ലാവരും പോയിട്ട് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.
അപ്പോൾ നാളെ ഞാൻ ഇതിൽ അടിപൊളിയായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്നിത് ഇങ്ങനെ എടുത്തപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.